എടാ പോപ്പട്ടെ, നീ എന്തുവാ എന്നെ? നിന്റെ മണ്ടത്തരങ്ങൾ 36 മാസാവസാനം എല്ലാം കൂടെ ചേർത്ത് തന്നോളാ ഞാൻ. സോറി പോപ്പട്ടെ, എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴേ ഈ ചിക് ചിക് എന്നുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാ. ചിക് ചിക്. പക്ഷേ ഹണി, നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ല, ഓഡിഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എടാ 2 കൂൾ ഡ്രിങ്ക്സ് തന്നെ. എടാ നിങ്ങളോ? നിങ്ങൾ ഇവിടുത്തെ സ്പോട്ട് ബോയ്സ് എന്നാ ഞാൻ കരുതിയത്. അതെ, സ്പോട്ട് ബോയ് അല്ല, ഞങ്ങളടുത്ത മെയിൻ ലീഡാ. ഈ സോർദാറിന്റെ അഭിനയം കണ്ടിട്ട് വാവെന്ന് പറഞ്ഞ് വാവൊളിച്ച് നിന്നിട്ടുണ്ട്, അറിയോ? ബാബോന്നല്ല, ബോബോന്നാണ് കുരയ്ക്കാറുള്ളത്. ഡോഗിയല്ലേ. പക്ഷെ എന്തൊക്കെയായാലും സണ്ണിയെക്കാളും നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം സണ്ണി കരഞ്ഞുകൊണ്ട് അഭിനയിച്ചാൽ പോലും ചിരിക്കുന്ന എക്സ്പ്രഷനെ മുഖത്ത് പരിക്കേയുള്ളൂ. അത് ശരി. ഹീറോയ്ക്ക് നല്ല തണുപ്പ് വേണം, അത് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് എന്റെ ആഹാരമാണ്. ഐസ്ക്രീം. മതി, ഇനി സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ഇതാണ് ഹീറോയും വില്ലനും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം. ഹീറോ റിംഗിലേക്ക് കയറുന്നു. കൂടാതെ വില്ലന്റെ കയ്യിൽ ലോകത്തിന്റെ ഭാരമുള്ള ഗ്ലൗസ് ആയിരിക്കും ഉള്ളത്. കൂടാതെ കണ്ണ് തുണി കൊണ്ട് കെട്ടി മറച്ചിട്ടുണ്ടാകും ബ്രോ.
വില്ലനെ ബ്രേക്ക് ടൈമിലും അടിക്കണം. അങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് ബ്രോ. ഇനി വില്ലനെ ഹീറോയുടെ ഗ്രൂപ്പ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കും. അങ്ങനെയും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട് ബ്രോ. ഇവിടെ വരൂ. നിങ്ങളുടെ മുഖമെന്ന ക്ലോക്കിൽ കാണിക്കുന്ന രാവിലെ 9 മണി, വൈകിട്ടത്തെ 4 മണി പോലെ ആയത് എന്താണ്? നിങ്ങളുടെ വായെന്ന വലിയ കുപ്പി തുറന്ന് സംസാരത്തിന്റെ ലഡു പുറത്തെടുക്കൂ, അല്ലെങ്കിൽ എല്ലാത്തിനെയും കെട്ടിപ്പൂട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. കിറ്റി ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ട്. അല്ല, അതിലെന്താ ഇത്ര വലിയ കാര്യം? നിങ്ങളുടെ പേടി കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ മാറി ചന്ദ്രൻ വന്ന പോലെയാണ്. ഞാനും ആത്മാക്കളോട് സംസാരിക്കാറുണ്ട്. ആത്മാവിന്റെ ഭാര്യയും മക്കളും പിന്നെ അയൽവാസികളും ആത്മാവിനോട് സംസാരിക്കാറുണ്ട്. ഞങ്ങള് ചായക്കടക്കാരൻ ആത്മാറാമിന്റെ കാര്യമല്ല, ശരിക്കുള്ള ആത്മാവിന്റെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ മുഖമേ നല്ലതല്ല, എന്നാൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചുകൂടെ? ദാ നോക്ക്, മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഹലോ എവരിവൺ. ആ നിൽക്കുന്നത് സാൻഡി ആണെന്ന് കിറ്റിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഓക്കെ? ദാ നോക്കിയേ, സാൻഡി വന്നല്ലോ. സംശയമുണ്ടോ? ആ, അത് സാൻഡി ആണല്ലോ. റെഡ് ക്യാപ്, യെല്ലോ ഷൂസ്. അതെ, ശരിയാണ്. ഇത് സാൻഡി തന്നെയാണ് കിറ്റി. ആഹാ, അടിപൊളി. ഇതാ സാൻഡി എത്തിപ്പോയല്ലോ കിറ്റി. അല്ല, നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? എന്തിനാ ഇതിന് മാത്രം ഓവർ റിയാക്ട് ചെയ്യുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം അത് സാൻഡി തന്നെയാണെന്ന്. ഹായ് കിറ്റി. അയ്യോ, ഞാൻ വീണില്ല. സാൻഡി ഒരു സംഭവം തന്നെ. ഇനി നീ ഇത് കണ്ടോ? അല്ല, ഇതെന്താ മാംഗോ ജ്യൂസ് ആയിരുന്നു അതോ മാംഗോ ഷേക്ക് ആയിരുന്നു? എത്ര പെട്ടെന്ന് തീർന്നു പോയത്? ചേട്ടാ, അതിന് 2 ചിപ്സ് എടുത്ത് എവന്റെ മേത്തേക്ക് ഇട്ടേക്ക്. അപ്പൊ മറ്റോ വിചാരിച്ചോളും ഇവരാണ് ആ ചിപ്സ് എടുത്ത് കഴിച്ചതെന്ന്. ആദ്യമായിട്ടാണ് നീ ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞത്. കൊള്ളാം, അടിപൊളി. വലിയ നീ നിന്റെ ജ്യൂസ് കുടിച്ചതും പോരാഞ്ഞ് എന്റെ ചിപ്സ് കൊടുത്ത് കഴിച്ചല്ലേ? നിന്റെ ചിപ്സ് പോയിട്ട് ഞാൻ എന്റെ ജ്യൂസ് പോലും മര്യാദക്ക് കുടിച്ചില്ല, അറിയോ? കള്ളം പറയുന്നോടാ. ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം ഞാൻ. എടാ മണ്ടന്മാരെ, നിങ്ങളുടെ ഈ വഴക്ക് കണ്ടിട്ട് ദാ ഈ മെനിക്യൂൻസ് പോലും ചിരിക്കുകയാണ്. വെറുതെ മാർക്കറ്റ് വെച്ച് നാണക്കേട് ഉണ്ടാക്കരുത്. വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. ചുമ്മാ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറയാം. അത് പിന്നെ ചേട്ടാ, ഇതുവഴി ഏതെങ്കിലും കള്ളന്മാരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നത് ചേട്ടൻ കണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല. നീ ലൈലാപ്പായോട് ചോദിക്കേ. ദേ ആ സൈഡിൽ നിൽപ്പുണ്ട്. എടാ ലൈലേ എന്നല്ലടാ, ലാൽ ലാൽ ലാൽ. എന്താ എന്റെ പേര്? എത്ര പ്രാവശ്യം പറഞ്ഞു? മജനുവിന്റെ കൂടെ ലൈലയല്ലേ ചേരൂ ഭായ്. ആ, അല്ലെങ്കിൽ ലൈലയുടെ കൂടെ മജിന് മാത്രമേ ചേരുള്ളൂ. എടാ, നീ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. നീ എന്ത് ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്? കള്ളൻ എവിടെയാണെന്നല്ലേ? കള്ളൻ ദാ അവിടെ ഉണ്ട്, അങ്ങോട്ടേല്ലേ? ഒരുപാട് നന്ദിയുണ്ട് മെനിക്കുൻ സാറേ. സാറ് പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ പോലും സാറിന് നല്ലൊരു മനസ്സുണ്ട്.
ബണ്ണി കള്ളം പോയത് ഇടത്തോട്ടാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നോട് ഇക്കാര്യം പറഞ്ഞതേ ആ മെഡിക്കൻസ് ആണ്. ആ, അല്ല അയ്യോ അത് പിന്നെ ഇവരിത് എവിടെ പോയി? അല്ല അത് പിന്നെ മെനിക്യൂൻസിന് എങ്ങനെ ഓടാൻ കഴിയുന്നേ? അവർക്ക് അങ്ങനെ വഴി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഓടാൻ. അത് തെറ്റാണ്. നമ്മളെക്കാളും മൂത്തവരെ ചെരുപ്പ് കൊണ്ട് എറിയരുത്. നിങ്ങൾ ഇവന്റെ തലയൊടിച്ച് കളഞ്ഞല്ലേ? ഇനി ഇവൻ എങ്ങനെ അഥവാ ഫേമസ് ആയി കഴിഞ്ഞാ ഇവന്റെ ഫോട്ടോ എങ്ങനെ എടുക്കാ? ലൈലാഭായ്, അവന്മാർ ഇവിടെ വന്ന് നമ്മൾ രണ്ടുപേരെ വലിച്ചു കയറി ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് തടി തപ്പാം. വേഗം കയറിക്കോ. എടാ മജിനു, നീ വേഗം വണ്ടി എടുക്ക്. വണ്ടി വിട്ടോ, ചവിട്ടി വിട്ടോ. ഭായ് സ്റ്റിയറിംഗ് നോക്കിക്കോ. ഞാൻ പോയി ആ 4 എണ്ണത്തിനിട്ടും നല്ലൊരു പണി കൊടുത്തിട്ട് വരാം. എനിക്ക് ഒന്നും തന്നെ ശരിക്കും കാണാനായിട്ട് കഴിയുന്നില്ലല്ലോ. മാറിക്കോ മാറിക്കോ. Left, right, left. കുട്ടികളെ മുന്നിൽ നിന്ന് മാറി നിന്നോ. അല്ല ഇതിന് എത്രയാ വില? അതോ അത് കിലോയ്ക്ക് 200 രൂപ. എന്റെ ലൈലാഭായ്, കാറിന്റെ സ്പീഡ് ഒന്ന് കൂട്ട്. അവന്മാര് പുറകെ ഉണ്ട്. എടാ ലൈലേ നല്ലടാ. ലാല് ലാല്. എന്റെ ഭായി ആ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്ക്. എന്തായി ചെയ്യുന്നത്? ആ സ്റ്റിയറിംഗ് ഒന്ന് സൂക്ഷിക്കന്റെ ഭായി. എടാ മണ്ട, സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കാർ പപ്പട പോലായത് നീ കണ്ടില്ലേ? എടാ ഹണി, ഫോൺ എടുക്ക്. എടാ കഴുതേ, റിസീവർ എടുത്ത് കാതി വെക്കടാ. എടാ അത് എടുത്ത് വേഗം ഒന്ന് സംസാരിക്കേ. ഓക്കേ ഞാൻ സംസാരിക്കാം. ചോർദാറേ, ഹൗ ആർ യു? വാട്ട് ആർ യു? വൈ ആർ യു? ആഹാരം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എടാ എന്നോടല്ലടാ കഴുതേ, അയാളോട് സംസാരിക്കേ. ഏതവനോടാ ഞാൻ സംസാരിക്കണ്ടേ? എടാ റിസീവർ വേഗം സംസാരിക്കേ. ഹലോ റിസീവർ ഏട്ടാ, എന്താ സുഖാണോ? ആഹാരം കഴിച്ചിട്ട് തന്നെയാണോ വന്നത്? അതോ ഇവിടെ തന്നെയാണോ കഴിക്കാൻ പോകുന്നേ? ഹലോ, എന്ത്? ആ അവിടെ തന്നെ നിക്ക്, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. അല്ല എന്ത് പറ്റി കൊച്ചളിയാ? ഗോസ്റ്ററിനും അവന്റെ ഫാമിലിക്കും നമ്മുടെ സഹായം വേണമെന്ന്. അവരുടെ വീടിന്റെ മുകളിൽ ആരോ വീട് വെച്ചിരിക്കാത്രേ. വേഗം വാ. റിസീവർ ഏട്ടാ, ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. ഓക്കെ? എന്നെ കളിയാക്കിയാലേ എന്റെ കൂട്ടുകാർ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലാതെ നീയൊക്കെ ചിരിച്ചാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം എന്താണെന്ന് നീയൊക്കെ അറിയും. പറഞ്ഞേക്കാം. നോക്ക്, ഞങ്ങളുടെ കൂട്ടുകാരനായ ഗൂസിന്റെ ജീവിതത്തിൽ നിങ്ങൾ കളിച്ചാൽ ഞങ്ങൾ ചുമ്മാതിരിക്കില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. അങ്ങനെ പോയില്ല എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നല്ല തല്ല് വാങ്ങിക്കും. എന്തിനാ വെറുതെ ഞങ്ങളുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങുന്നത്?
ആഹാ ഇനി ഇത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. ഈ തുണിയാണോ? തുണിയെ കണ്ടൊന്നും ഞങ്ങൾ മേടിക്കില്ല. വേറെന്തേലും വലുതായിട്ട് കൊണ്ടുപോവാ. തോക്കോ കത്തിയോ അല്ലെങ്കിൽ എന്ത് കുന്തം വേണേലും കൊണ്ടുപോവാ. നവീന തോക്ക്. ഈ ബലൂണിൽ സ്ഥലം വളരെ കുറവാണ്. ദാ പോപ്പട്ടെ, നിനക്കെന്തായാലും ചിറകുകളുണ്ടല്ലോ, നിനക്ക് അത് വെച്ചൊന്ന് പറന്നു പോക്കൂടെ? ഞങ്ങളുടെ അടുത്ത് ഐഡിയ വളരെ കുറവാണ്. എടാ ഹണി, നിന്റെ തലയ്ക്കകത്തും ബുദ്ധിയുണ്ടല്ലോ, അതൊന്നും എടുത്ത് പെട്ടെന്ന് ഉപയോഗിച്ചുകൂടെ? ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കരുത്. വേഗം വന്ന പണി നമുക്ക് അങ്ങ് തീർത്തേക്കാം. മിയാവ്. അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചവറിടാൻ പാടില്ല എന്ന് അറിയില്ലേ? നിങ്ങളുടെ വീടിരിക്കുന്ന കാരണം ഗൂസിന് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ വേഗം ചവർ വാരി എറിയോ. വന്നാട്ടെ ആദായ വിൽപ്പന, ആദായ വിൽപ്പന. വന്നാട്ടെ വന്നാട്ടെ. നല്ല തുണിത്തരങ്ങൾ, ചുരിദാറുകൾ, സാരികൾ. ഏവർക്കും സ്വാഗതം. ആദായ വിൽപ്പന. വന്നാട്ടെ 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 വന്നാട്ടെ. പുത്തൻ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കൊണ്ട് പോകൂ. സ്വന്തമായിട്ട് മേടിക്കൂ, മറ്റവർക്കും വാങ്ങിച്ചു കൊടുക്കൂ. വന്നാട്ടെ വന്നാട്ടെ, വരൂ വന്നാട്ടെ. ഞങ്ങളിതാ ഇന്ന് കട തുടങ്ങിയതേ ഉള്ളൂ. എല്ലാം എന്താ ഫ്രഷ് ഐറ്റംസ് ആണ്, ലേറ്റസ്റ്റ് ഫാഷൻ ആണ്. നാശം, ആ പൂച്ച എന്റെ കസ്റ്റമറിനെയും കൊണ്ടാണല്ലോ പോയത്. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആദായ വിൽപ്പന, ആദായ വിൽപ്പന. കൊച്ചളിയതാ കണ്ടോ, ഇത് നമ്മുടെ ഈ പുതിയ കടയിലെ ആദ്യത്തെ കസ്റ്റമർ ആണ്. വരൂ വന്നാട്ടെ. ഞങ്ങൾ ഇന്ന് ഈ കട തുറന്നതേയുള്ളൂ. എല്ലാം ഫ്രഷ് ഐറ്റംസാ. ചെരുപ്പുകൾ, പാന്റുകൾ, ഷർട്ടുകൾ എല്ലാം ഫ്രഷ് ആണ്. പച്ചക്കറിയെക്കാളും ഫ്രഷ് ആണ്. അത് ഞങ്ങൾ കുറച്ച് വെള്ളവും തെളിച്ചിട്ടുണ്ട്. എടാ കഴുത, ഇവിടെ തക്കാളി അല്ല തുണികളാ വിൽക്കുന്നത്. പറയൂ സാർ, സാറിന് എന്താണ് വേണ്ടത്? എനിക്കൊരു ടീഷർട്ട് നോക്കണം. ചേട്ടന് ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിലേ അടുത്തുള്ള ടീ കടയിലോട്ട് പോയാൽ മതിയാവും. എടാ കഴുത, ഒന്ന് മിണ്ടാതിരിക്കേ. നോക്കൂ സർ, ഇത് നല്ല ടീഷർട്ടാണ്. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. ഞങ്ങളുടെ കടയിലേക്ക് നിങ്ങളാ വന്നിരിക്കുന്നത്, അപ്പൊ നിങ്ങളെയല്ലേ വെൽക്കം ചെയ്യേണ്ടത്. വെൽക്കം. പറയൂ, എന്താ വേണ്ടത്? എന്റെ അമ്മോ, അയാൾ നമ്മുടെ കടയിലേക്കാ ഓടുന്നേ. അയാൾ ഇങ്ങോട്ടാണല്ലോ വന്നത്, എങ്ങോട്ട് പോയി? ദാ നോക്ക്, ആ സീബ്രയിൽ നമ്മുടെ തുണികളൊക്കെ മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുന്നു. ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? വേഗം പോയി നമ്മുടെ തുണികളൊക്കെ തിരിച്ചു മേടിക്കാം. അതെ, വേഗം വാ. റൺ ബേബി, റൺ റൺ ബേബി. ഓടാനാണ് സ്ഥലവും കുറവാ ബേബി. റൺ റൺ.
പോപ്പട്ടെ, നീ പറക്കുമായിരുന്നില്ലേ, പിന്നെ എങ്ങനെ താഴെ വീണത്? അവന്റെ വാല് കൊണ്ട് എന്നെ തല്ലി. അവന്റെ വാലിന് നല്ല ശക്തിയാ. അവൻ കഴിക്കുന്നതൊക്കെ വാലിലോട്ടാ പോകുന്നെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? എടാ, അവന്റെ വാലിന്റെ കാര്യം ആലോചിച്ച് പുലിവാലാകണ്ട. ആദ്യം നമുക്ക് ആ സീബ്രയെ പിടിക്കണം. തുണി ചീത്താവാതിരുന്നാ മതി. എങ്ങോട്ട് പോയി? എവിടെയും കാണുന്നില്ലല്ലോ. കൂട്ടുകാരെ, ആ തുണി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടയിൽ എന്ത് വിൽക്കും? കൊച്ചളിയ, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടോ? ദാ ഈ മെനിക്കിനിടിച്ച് പപ്പടാക്കാൻ എനിക്കിപ്പോ തോന്നുന്നത്. ഹെയ്യ. അയ്യോ, ഇതാ സീബ്രാലല്ലേ? അത് ശരി, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നീ എന്താ വിചാരിച്ചത്, ഇങ്ങനെ ഒന്ന് കിടന്ന് ഞാൻ തിരിച്ചറിയില്ലെന്നോ? അയ്യോ, എന്റെ അമ്മച്ചി, ഇത് സീബ്രാലല്ല, ഒറിജിനൽ സീബ്ര ക്രോസിംഗ് ലൈനാ. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. കൊച്ചലിയ, ദേവന സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എടാ, അവ സ്കൂട്ടർ കൊണ്ടുപോയി, പക്ഷെ ഹെൽമെറ്റ് എടുത്തില്ല. അത് ഭയങ്കര റിസ്കാ. ഇതാ, പിടിച്ചോ ഹെൽമെറ്റ്. അയ്യോ, തുണികൾ മോഷ്ടിക്കുന്നു, മര്യാദയ്ക്ക് തിരിച്ചു തന്നോ. ആ തുണികൾക്കൊന്നും പറ്റിയില്ല, നമുക്ക് കടയിൽ വിൽക്കാൻ പറ്റും. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. എന്നെ വെറുതെ വിടണേ. ഇനി നിന്നെ വെൽക്കം പോലീസുകാർ ചെയ്തോളും. കാരണം ഇനി നിന്റെ വാസം ജയിലിലാണ്. സംശയം